പുറത്തു പോകാൻ വേണ്ടി നിൽക്കുക. ആവണി കൂടെ വരും. ഞാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. 2 പാൻറ്റ് മാറ്റി ഇതിൻ്റെ ഇടയിൽ ഇടാണ്ടിരുന്നിട്ടപ്പോഴത്തേക്ക് ഇത് സുഖമില്ലാത്തല്ല പാൻറ്റുകളൊക്കെ. പിന്നെ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഫൈനലി കാത്തിരുന്ന് മടുത്ത് ആവണി എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂട്ടർ മലയൻകീഴ് വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് പോകല്. സോ നമ്മൾ മലയൻകീഴ് ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ബസ് കയറി പോകണം. ആദ്യം നമുക്ക് പോകേണ്ടത് ഇടപ്പഴിഞ്ഞി ആ ഭാഗത്താണ്. ഇടപ്പഴിഞ്ഞിയിൽ നമുക്ക് ബാങ്കിൽ പോകാനുണ്ട്. നമ്മൾ മുടി വെട്ടിയ ശേഷം ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ഫോട്ടോ അയച്ചിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സോ നമ്മളെ മുടിയെ പറ്റി പറയുമായിരുന്നു. ഞാൻ വെട്ടി അടുത്ത ദിവസം തന്നെ ആവണി വെട്ടിയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നതുകൊണ്ട് നേരിട്ട് പിന്നെ കണ്ടില്ല. അവിടെ നമ്മൾ നേരെ ഓട്ടോ എടുത്തിട്ട് ആയുർവേദ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. എവിടെ പോകാനായിട്ടാണ്? KFC പോകാനായിട്ട്. KFCയിൽ നിന്ന് ചിക്കൻ ഞാൻ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ. ഇത് 2ാമത്തെ വട്ടമാണ് കഴിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കുന്ന ആവണിയാണ്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ് പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് കുറേ സംസാരിക്കാം. നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് എനിക്കും പേഴ്സണലി ഇഷ്ടമല്ല ആരോടും. എനിക്ക് മെയിൻ പറയാനുള്ളത് കോളേജിലെ ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെയാണ്. മെയിൻ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എവിടത്തെന്ന് പറയുന്നില്ല. ഞാനിവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ആകെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളൂ. ഇമോഷണലി ഞാൻ അടുത്ത് അറ്റാച്ച്ഡ് ആവില്ല. കാരണം എനിക്ക് ഹേർട്ടാവാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ല, വേറെ അവിടെയുള്ള ആൾക്കാരായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലായിടത്തും ന്യൂട്രലി പെരുമാറും. കാരണം എനിക്കാരും അറിയത്തില്ലല്ലോ. അങ്ങനെ അവിടെ പോയി പെരുമാറിയപ്പം സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ സോഫ്റ്റ് സൈഡാണല്ലോ കാണിക്കുന്നത്, എൻ്റെ ന്യൂട്രൽ വേർഷൻ ആകുമ്പോഴത്തേക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 2 പേർക്കൊരു ചിന്ത, എൻ്റെ തലയിൽ കയറി അങ്ങ് ഞരങ്ങാന്ന്. പൊതുവെ 3 ചാൻസ് കൊടുത്ത് ഞാൻ എക്സ്ട്രാ ചാൻസ് കൊടുത്തു. കാരണം ഇവരൊക്കെ എന്നെക്കാൾ 8-9 വയസ്സൊക്കെ ഇളയതാണ്. അപ്പോൾ അത് മുതലാക്കാൻ തുടങ്ങി. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഗ്യാപ്പ് എടുത്തു. കാരണം എനിക്കിന്ന് റിയാക്ട് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വയ്യ, കുറച്ച് നാളല്ലേ ഇവിടെ ഉള്ളൂ എന്ന് വെച്ചു ഞാനൊരു ഗ്യാപ്പ് എടുത്തു. ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് സേഫ് ആണല്ലോ. അപ്പോൾ അത് അവർക്ക് പ്രശ്നം. ഞാൻ ഡിസ്റ്റൻസ് ഇടാൻ പാടില്ല, പഴയ പോലെ നന്നായിട്ട് മിണ്ടണം. പക്ഷേ എനിക്കതിനങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവസാനം അവരെന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. അതിൻ്റെ അടുത്തൊട്ട് നടക്കുന്നില്ല എന്നായപ്പോഴത്തേക്കും പിന്നെ ഡ്രാമയായി, പ്രശ്നമായി. അവസാനം കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വർഷങ്ങളായിട്ട് എന്നെ അറിയുന്നവർക്ക് നല്ല അതിശയം. ഞാൻ ഇത്ര ക്ഷമിക്കുമെന്നൊക്കെ. കാരണം ഞാൻ പെട്ടെന്ന് തുണ്ടരണ്ടിൻ്റെ ആളാണല്ലോ. ബട്ട് ഞാനിവിടെ വിചാരിക്കുന്നത് നമ്മളിനി കോഴ്സ് ചെയ്യുമ്പോൾ കാണത്തില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള ലൈഫിൽ എടുക്കാം. അല്ലാത്തവർ നമ്മളെ കളഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അതെ, നമ്മൾ ട്രെൻഡ്സിൽ പോയി എന്നെ വഷളാക്കാൻ വേണ്ടി മേക്കപ്പ് വിളിച്ച് കാണിച്ചു തരാണ് യാവണി. ക്യാഷ് ചിലവാക്കാൻ മാട്ടേൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയതാണ്. എന്നിട്ട് ഈ മേക്കപ്പ് കണ്ടപ്പോഴത്തേക്ക് ഹോളോഗ്രാഫിക് അലയൻസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ വീണു. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു 3-4 വർഷമായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കളറേ വാങ്ങിച്ചിട്ടുള്ളൂ. സോ എൻ്റെ ഇല്ലാത്ത കളർ ഞാൻ വാങ്ങിച്ചു. നമ്മൾ മാക്സിൽ പോയി, ട്രെൻഡ്സിൽ പോയി, ദെൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്. സ്റ്റുഡിയോ എനിക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നില്ല. ഇവർ ട്രെൻഡ്സുമായിട്ട് കോമ്പറ്റീഷനിലാണെന്ന് തോന്നുന്നു. ട്രെൻഡ്സിനും മാക്സുമായിട്ട് ആരാ കൂട്ടി കൊടുക്കുന്നതെന്ന്. കാരണം രസമില്ല. പിന്നെ ഇയറിങ്സൊക്കെ ട്രെൻഡ്സിൽ നല്ലതായിരുന്നു. ഈ ബ്രായില്ലേ 499 ആണ്. ഇത് നല്ലതാണ്, നല്ല കംഫിയാണെന്ന് ആവണി പറഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആവണിയാണ് എൻ്റെ സ്റ്റുഡിയോ ഗുരു. സ്റ്റുഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ട്രൈ ചെയ്തിട്ട് പറഞ്ഞിരുന്ന ആവണിയായിരിക്കും എനിക്ക് മിക്കപ്പോഴും. ദെൻ നമ്മൾ ഓരോന്ന് നോക്കി നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മേക്കപ്പിൻ്റെ സൈഡിലോട്ടേ പോയില്ല. സൈഡിൽ പോയാലേ പ്രശ്നമാവും. ഈ നെയിൽ പോളിഷിൻ്റെ പാക്കേജിങ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇച്ചിരി ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് നാളായല്ലോ, അതുകൊണ്ടായിരിക്കും. ദെൻ ആ ബോഡി മിസ്റ്റ് ഞാൻ വിചാരിച്ചു ഷിമ്മർ ഉള്ളതായിരുന്നു. പക്ഷേ ഷിമ്മറല്ല, നോർമല. കണ്ടു, ഇതിന് മുകളിലൊരു മുട്ട പോലത്തെ അടപ്പ്, ഈ റയർ ബ്യൂട്ടിയുടെ അടപ്പുമായിട്ട് ചെറിയൊരു സാധനം. ഇവിടെ നിന്ന് ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ പോത്തീസിൽ പോയി. പോത്തീസിൽ നമ്മൾ ഫോണിൻ്റെ ഒരു കാര്യത്തിന് പോയതാണ്. പക്ഷെ അത് അവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ വായി നോക്കി ഷോപ്പിംഗ് തെറാപ്പിയൊക്കെ നടത്തിയിട്ട് പുറത്തോട്ട് ഇറങ്ങി മറ്റേ തകരപ്പറമ്പില്ല, അവിടേക്ക് പോകുകയാണ് ഫോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു റിലേറ്റീവിനെ കാണിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഞാനും കാണുന്നത്. ഇതെൻ്റെ മൂത്ത വലിയച്ഛൻ്റെ മൂത്ത മോളുടെ മോനാണ്. കിരൺ എന്നാണ് പേര്. ഞാനും ചാനലിൽ ഇപ്പോൾ 6 വർഷമായെങ്കിലും അധികം ബന്ധുക്കളെ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു വരുന്ന ഒരാൾ. പുള്ളിക്കാരൻ എന്നെക്കാളും മൂത്താണ്. ഞാൻ അവൻ്റെ കുഞ്ഞമ്മയാണെങ്കിലും ഞാൻ ജനിക്കും മുമ്പേ അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റോഡിൽ നിന്ന് കഥയൊക്കെ പറഞ്ഞ് അടിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നീ ചെയ്യേ, നീ എന്താ അങ്ങനെ ഇങ്ങനെ കുത്താനാ? ആവണിയുടെ 5000-ൻ്റെ വാച്ചിൽ സ്ക്രാച്ച് വീണത് അതായിരുന്നു കരയുന്നത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കൂടിയ വാച്ചൊന്നും കെട്ടി നടക്കരുത്, സങ്കടം വരുന്നത്. എനിക്ക് നടന്നു വന്നപ്പോഴത്തേക്ക് സൈഡിൽ തട്ടിയിട്ട് ഇതായതായിരുന്നു സ്ക്രാച്ച് ആയത്. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടും ഫുഡും കഴിച്ചുകൊണ്ട് കഥ പറയുവാണ്. രാവിലെ തുടങ്ങിയ കലബല ഇതുവരെ തീർന്നില്ലെന്ന് വിചാരിക്കേണ്ട. എനിക്ക് ഇവരുടെ അടുത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ മീൻസ് 3-4 പേരേ ഉള്ളൂ. എനിക്ക് എത്ര വേണോ സംസാരിക്കാൻ പറ്റും, എൻ്റെ മനസ്സിലുള്ളത്. എന്നെ ജഡ്ജ് ചെയ്യുമെന്നൊന്നും പേടിക്കാണ്ടേ. അപ്പോൾ ഞാൻ അത്രയും കംഫർട്ടബിളാണ്. എത്ര വേണോ കാര്യം പറഞ്ഞിരിക്കും. വൈസ് വൈസയാണ്. അപ്പോൾ നമ്മൾ രാമചന്ദ്രനിൽ പോയി ഫാൻസി സെക്ഷൻ ഉണ്ടല്ലോ, പഴവങ്ങാടിയുള്ള. പിന്നെ ഇതെനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഐറ്റമാണ്. പിന്നെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഞാൻ വാങ്ങിച്ച കൂട്ടാറുണ്ട്, അത് വേറെ കാര്യം. ഇനൂന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ നമ്മൾ അഗൈൻ നടന്ന് പോവാണ്. ആവണിക്കൊരു കമ്മല് വെക്കാൻ വേണ്ടി നടക്കുക. അവൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതാ കാര്യം. കുറേ നേരമായിട്ട് മേഡം നടക്കുക ഒരു കമ്മല് വാങ്ങിക്കാൻ. ആവണിക്ക് ഹൂപ്സ് ആയിട്ടുള്ള ഇയറിങ് വേണം. പക്ഷേ അത് വലിയ ഹൂപ്സ് ആകരുത്. അവൾ ഉദ്ദേശിക്കുന്ന വലിപ്പത്തിൻ്റെ അകത്ത് നിൽക്കുക വേണം. അങ്ങനെയാണ്. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞ ശേഷം നമ്മൾ ഈസ്ഫോർട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് മലയൻകീഴിലേക്ക് പോകുന്നുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇടയ്ക്ക് കാണുന്നതാണ്, അല്ലാണ്ട് അവിടെ പോയതൊന്നുമില്ല. മലയൻകീഴ് ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്ക് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ പോയിട്ട് രാത്രി എത്തിയവരാണല്ലോ.
അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറി മെഡിസിൻ വാങ്ങിച്ചിട്ട് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് സ്കൂട്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കണം. അവിടെ ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിലാണ് സ്കൂട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടു നല്ല ഇരുട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ ബസ് കയറി സ്കൂട്ടറിൽ കയറി അവിടെ എന്നെ വീട്ടിൻ്റെ അവിടെ കൊണ്ടാക്കി. ഞാനങ്ങനെ വെളിയിൽ കാത്തിരിക്കുകയാണ്. വീട്ടുകാർ ചോദിക്കുക എപ്പോൾ പോയതാ, അവർക്ക് പിന്നെ പ്രതീക്ഷയുണ്ട് ഞാൻ അവനോട് പോയി അല്ലെങ്കിൽ എനിക്ക് വരത്തുള്ളൂ എന്ന്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു. ടാറ്റാ.